വ്യാജ ID കാർഡ് മുതൽ ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ വരെ കോൺഗ്രസിൽ അതിവേഗം ഉയർന്നു വന്ന യുവനേതാവിന്റെ നിലം പതിക്കലിനാണ് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചത്. VD സതീശനും ഷാഫി പറമ്പിലിനുമൊപ്പം നിലയുറപ്പിച്ച രാഹുൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജയത്തോടെ കോൺഗ്രസിലെ യുവമുഖങ്ങളിൽ പ്രധാനിയായി. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നപ്പോൾ മുതൽ ആരംഭിച്ച വിവാദങ്ങൾ ഒടുവിൽ സംഘടനാ സ്ഥാനങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്ന ഈ നിമിഷം വരെ തുടരുകയായിരുന്നു. വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ച് കള്ളവോട്ടുകൾ ചേർത്താണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായത് എന്ന ആരോപണം കുറച്ചൊന്നുമല്ല രാഹുലിനെ വലച്ചത്. നേരത്തെ NSUI ചുമതലയുമായി ഡൽഹിയിലായിരുന്ന രാഹുലിനെ കേരളത്തിൽ ആർക്കും അറിയുമായിരുന്നില്ല. അസംഖ്യം യുവനേതാക്കൾക്കിടയിൽ ഡൽഹിയിൽ നിന്നും തിരിച്ചു വന്ന രാഹുൽ ശ്രദ്ധിക്കപ്പെടുന്നത് ചാനൽ ചർച്ചകളിലൂടെയാണ്. പക്ഷേ ചാനൽ ചർച്ചകളിൽ മാത്രമുള്ള നേതാവ് എന്നതിനപ്പുറം സംഘടനയ്ക്കുള്ളിൽ വളരാൻ രാഹുലിന് സാധിച്ചിരുന്നില്ല. എന്നാൽ രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം മാറ്റിമറിച്ചുകൊണ്ട് ആ ദിവസം വന്നെത്തി. 2024 ജനുവരി മാസം 9-ാം തീയതി ഒരു ചൊവ്വാഴ്ചയായിരുന്നു അത്. അന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് രാഹുലിൻ്റെ വീടിന് മുന്നിൽ പോലീസ് എത്തി. സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി രാഹുലിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസ് എത്തിയത്. പോലീസ് വേട്ടയാടൽ എന്ന ഒറ്റ കാർഡിൽ കേവലം ചാനൽ ചർച്ചാ നേതാവ് എന്ന സ്റ്റാറ്റസ് മാറിത്തുടങ്ങുകയായിരുന്നു. രാഹുലും ഷാഫി പറമ്പിലും VD സതീശനും ചേർന്ന കോൺഗ്രസിലെ പുതിയ അച്ചുതണ്ടിൻ്റെ ഉയർച്ച. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ കോൺഗ്രസിൽ അനിഷേധ്യനാണ് താൻ എന്ന് രാഹുൽ ഉറപ്പിച്ചു. ആ ഉയർച്ചകളിൽ നിന്നാണ് ഇപ്പോൾ രാഹുൽ താഴേക്ക് വീഴുന്നത്. നിരവധി സ്ത്രീകളോട് ലൈംഗിക ചുവയോടെ സംസാരിക്കാനും അത് പുറത്തറിഞ്ഞാൽ ഒരു ചുക്കുമില്ലെന്ന് പറയാനുമുള്ള ധൈര്യം നൽകിയ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഒടുക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ താഴേക്കിറങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.